ദേവമംഗള ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അനിഴ നക്ഷത്രക്കാരുടെ ഏപ്രിൽ മുതൽ ജൂലൈ മാസം വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. ഞാനിവിടെ പറയുന്നത് പൊതുവായ ഫലമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനക്കുറവുള്ള സമയമാണ്. കുടുംബ പരദേവതയോ ഇഷ്ടദേവതയോ ഉപാസിക്കുന്നത് ഉത്തമമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അനിഴ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായ മൂലം, ഉത്രാടം, അവിട്ടം, മകയിരം, തിരുവാതിര, പുണർതം ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ആവുന്നതും ഒഴിവാക്കുകയും ഈ നാളുകാരുമായി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കിടുകയോ ഇവരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ ആവുന്നതും ഒഴിവാക്കുന്നതും ഗുണകരമായിരിക്കും. എന്നുവെച്ച് ഇവരെ ഒഴിവാക്കണമെന്നില്ല. ഈ നാളുകാരുമായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ വേണമെന്ന് ചുരുക്കം. അനിഴ നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ അന്യരെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം സാമ്പത്തിക നഷ്ടത്തിന് ഇടവന്നേക്കാം. ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ഒരാൾ വഞ്ചിക്കപ്പെടാൻ ഇടയായേക്കാം. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ജോലിക്കായി പരിശ്രമിക്കുന്നവർക്കും കുറച്ച് ത്യാഗങ്ങൾ സഹിച്ചാണെങ്കിൽ കൂടി കാര്യങ്ങൾ അനുകൂലമായി മാറ്റാൻ കഴിയും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. തൊഴിൽ രംഗത്തുള്ളവർക്ക് സ്ഥലം മാറ്റമോ ജോലി സംബന്ധമായി മാറി താമസിക്കാനോ സാഹചര്യങ്ങൾ വന്നേക്കാം. കാർഷിക രംഗത്തുള്ളവർക്കും വ്യവസായ രംഗത്തുള്ളവർക്കും ഉയർച്ചയുള്ള സമയമാണ്. എന്നാൽ കൂട്ടുപ്രവർത്തനം നടത്തുന്നവർക്ക് സമയം അത്ര ഗുണകരം കാണുന്നില്ല. ഭൂമി വാഹന ഇടപാടുകളിൽ ഏർപ്പെട്ടുള്ളവർക്ക് നല്ല സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് നല്ല സഹായം വേണ്ട സമയത്ത് ലഭിക്കും. മാതാവിൻ്റെയോ മാതൃസ്ഥാനീയരുടെയോ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായിരിക്കില്ല. തന്മൂലം മനസ്സ് അസ്വസ്ഥമാവും. അനിഴ നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര സമയമായി കാണുന്നു. പല കാര്യങ്ങളിലും ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവും. മാനുഷിക പരിഗണന വെച്ച് ശത്രുക്കളെ പോലും സഹായിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയും വിജയവും ഉണ്ടാകും. സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. കലാകാരന്മാർക്കും കച്ചവടക്കാർക്കും കർഷകർക്കും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ബിസിനസ്സുകാർക്ക് വലിയ ലാഭമോ നഷ്ടമോ കൂടാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാനസിക സംഘർഷം മൂലം സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. ചിലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം സംഘർഷഭരിതമാകും. അനിഴ നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മെയ് മാസത്തെ അപേക്ഷിച്ച് ആശ്വാസജനകമായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും ശ്രമിക്കുന്നവർക്കും സാഹചര്യം അനുകൂലമായി കാണുന്നു. തൊഴിൽ രംഗത്തുള്ളവർക്ക് ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക ഉന്നതിയും കൈവരും. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് സാധ്യത കാണുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. യാത്രകളുണ്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പുതിയ വാഹനം വാങ്ങാനോ പഴയത് മാറ്റി വാങ്ങാനോ സാധിച്ചേക്കും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും അമിതമായി വിശ്വാസത്തിലെടുത്താൽ പല ബുദ്ധിമുട്ടുകൾക്കും ഇടവന്നേക്കാം. അനിഴ നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജീവിത യഥാർത്ഥങ്ങൾ മനസ്സിലാക്കി നീതിക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കും. ആകസ്മികമായി ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനസുഖമുണ്ടാകും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും കുടുംബത്തിൽ സ്വസ്ഥയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും. തടസ്സങ്ങൾ നീങ്ങി കാര്യസാധ്യതയുണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. എന്നാൽ കുടുംബത്തിൽ പിതൃസ്വത്ത് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പിതാവിന് അപ്രതീക്ഷിതമായി ചില രോഗങ്ങൾ വന്നുവിടാം. എന്നാൽ അഷ്ടമത്തിലെ ചൊവ്വയുടെ ദൃഷ്ടി മൂലം അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. വാഹനങ്ങളും മെഷീനുകളും കൈകാര്യം ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധ വേണം. അനിഴ നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.